പാർട്ടി ആവശ്യപ്പെട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പറയുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം. എവിടെ മത്സരിക്കണമെന്ന് പാർട്ടി നേതൃത്വം തീരുമാനിക്കും. തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കും വനിതകൾക്കും അർഹമായ അവസരം ലഭിക്കും. NSSനെയും SNDPയെയും തെറ്റിച്ചത് മുസ്ലിം ലീഗാണെന്ന വെള്ളാപ്പള്ളിയുടെ പരാമർശം സുകുമാരൻ നായർ തന്നെ തള്ളിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും പരാമർശങ്ങൾക്ക് പിന്നിൽ പിണറായി വിജയനാണെന്നും PMS സലാം മീഡിയ വണിനോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് കേരളം. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് പാർട്ടി കടക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എവിടെ വരെ എത്തി സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ? എവിടെ വരെ എത്തി? എങ്ങനെ? ഞങ്ങൾ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. പിന്നെ ഔപചാരികമായ സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് കടക്കണമെങ്കിൽ അതിനു മുമ്പ് UDFലെ ഉഭയകക്ഷി ചർച്ചകൾ അവസാനിക്കണം. സീറ്റുകളുടെ കാര്യത്തിൽ ഘടകകക്ഷികൾ തമ്മിലുള്ള തീരുമാനം എത്തിയതിനു ശേഷമേ മുസ്ലിം ലീഗിൻ്റെ സീറ്റുകൾ തീരുമാനിക്കപ്പെടൂ. അതിനുശേഷമേ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലേക്ക് കടക്കാൻ പറ്റൂ. ഏതായിരുന്നാലും ഈ 1-2 ആഴ്ചകൾക്കുള്ളിൽ അത്തരം കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു വിശ്വാസം. കഴിഞ്ഞ തവണ കൂടുതൽ സീറ്റിൽ ഇത്തവണ ലീഗ് എന്തായാലും മത്സരിക്കും. സീറ്റുകളുടെ എണ്ണമൊക്കെ ചർച്ച കഴിഞ്ഞിട്ടേ അവസാനമായി തീരുമാനിക്കാൻ പറ്റൂ. മറ്റൊരു കാര്യം, PMS സലാം ഇത്തവണ നിയമസഭയിലേക്ക് മത്സരിക്കും. അല്ല, അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത്. പാർട്ടിയുടെ തീരുമാനം എന്താണോ അതനുസരിക്കേണ്ടി വരും. പാർട്ടി ആവശ്യപ്പെട്ടാൽ തീർച്ചയായും മത്സരിക്കേണ്ടി വരുമല്ലോ. ഇതിപ്പോൾ മത്സരിക്കാൻ നിന്നാൽ തിരൂരങ്ങാടിയാണോ അല്ലെങ്കിൽ വേങ്ങരയാണോ ഇവിടെയാണോ? അല്ല, അതിപ്പോൾ പുഴ പട്ടി ചങ്ങല പൊട്ടിച്ച് അക്കരെ കടന്ന് കടിക്കുമോ എന്ന് പറയുന്ന പോലെ ഇത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനമാകുമ്പോൾ സീറ്റിൻ്റെ കാര്യത്തിലും തീരുമാനമാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യുവാക്കൾ യൂത്ത് ലീഗ് അടക്കം കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. യുവാക്കൾ ഈ തവണ എത്രത്തോളം ലീഗ് പരിഗണിക്കും? ഉണ്ടാവും, നല്ല ഉണ്ടാവും. ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ യുവാക്കളെയും മത്സരിപ്പിച്ച് മുസ്ലിം ലീഗാണ്. അതിൻ്റെ ഫലം കാണുകയും ചെയ്തു. ഞങ്ങളുടെ സ്ട്രൈക്ക് റേറ്റ് വിജയ ശതമാനം ഏതാണ്ട് 80% ആണ്. അത്ര വലിയ വിജയം ഞങ്ങൾക്ക് നേടാൻ കാരണം പുതുമുഖങ്ങളും യുവാക്കളും പിന്നെ പുതിയ സ്ഥാനാർത്ഥികളായി കൂടുതൽ വന്നുകൊണ്ടാണ്. ആ ചിന്ത പാർട്ടിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്ന് കഴിഞ്ഞ തവണയും ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്, ഇത്തവണയും നിർത്തും. ഇത്തവണ മുസ്ലിം ലീഗിൻ്റെ ഒരു MLA നിയമസഭയിലുണ്ടാവും, വനിതാ MLA ഉണ്ടാവും. ഉണ്ടാവണമല്ലോ. മുസ്ലിം ലീഗ് നിർത്തുന്ന എല്ലാവരും വിജയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വെള്ളാപ്പള്ളി നടേശനാണ്. തുടർച്ചയായി ലീഗിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തുടർച്ചയായി ലീഗാണ് NSSനെയും SNDPയും തെറ്റിച്ചത്, ലീഗാണ് ഉൾപ്പെടെയുള്ള ലീഗിനെതിരെ നിരന്തരമായിട്ടുള്ള വിമർശനങ്ങൾ. എന്താണ് അതിൻ്റെ ഉത്തരം ഞാൻ പറയേണ്ടതില്ല. NSSൻ്റെ ബഹുമാനായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപടി നല്ലൊരു ശക്തി. ഈ മറുപടി പറയാതിരിക്കുന്നതാണ് ഞങ്ങളുടെ ശക്തി. അറിയിക്കാത്ത കാര്യങ്ങൾക്ക് ഞങ്ങൾ എന്തിനാ മറുപടി കൊടുക്കുന്നത്? അറിയിക്കുന്നില്ല, അത് അറിയിക്കുന്ന അവജ്ഞയോട് കൂടി തള്ളിക്കളിയാണ്. മറ്റൊരു കാര്യം, CPM ആണോ വെള്ളാപ്പള്ളി കൊണ്ട് ഇങ്ങനെ? CPM ആണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ പിണറായി വിജയനാണ്. ഇത് തന്നെയാണ് PMS സലാം പറയുന്നത്. ഈ വെള്ളാപ്പള്ളിക്കെതിരെ ഇനി കൂടുതൽ പ്രതികരണത്തിനില്ല, പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇത്തരക്കാർക്ക് ഈ മറുപടി പറയേണ്ട ആവശ്യം ലീഗിനില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ വനിതകൾക്കും യുവാക്കൾക്കും ഇത്തവണ ലീഗിന് കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും, ആ ഒരു പ്രതീക്ഷയും ആ ഒരു കാര്യവും PMS സലാം പറയുന്നു. ജിത്തുവട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, മലപ്പുറം. PMS സലാമാണ് സംസാരിച്ചത്. വിശദാംശങ്ങളുമായി മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, PMS സലാമിന് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. അദ്ദേഹം അത് നമ്മോടും വെളിപ്പെടുത്തുകയുണ്ടായി. പക്ഷേ അറിയേണ്ടത് ലീഗിൻ്റെ സീറ്റ് ചർച്ചകൾ എവിടെ വരെ പോകുന്നു, എവിടെ വരെ എത്തിയിട്ടുണ്ട് എന്നുള്ള. ചില സീറ്റുകൾ കോൺഗ്രസുമായി വെച്ചുമാറുന്ന കാര്യത്തിലൊക്കെ ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, പ്രത്യേകിച്ചും തിരുവമ്പാടി അടക്കമുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനം എവിടെ വരെ എത്തിയിട്ടുണ്ട്? ലീഗ് കുറച്ച് നേരത്തെ എറിയുന്നവരും കൂടിയാണല്ലോ. നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന വേളയിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് ഒരു അന്തിമധാരണയിലേക്ക് എത്താം എന്നുള്ളതാണ് പൊതുവായ ഒരു തീരുമാനം. കൂടുതൽ സീറ്റുകൾ വേണമെന്നൊരു ആവശ്യമില്ല, അർഹതയുണ്ട് എന്നൊരു ആവശ്യം മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത്തവണ പുതിയൊരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഒരുപക്ഷെ കേരള കോൺഗ്രസ് M പൂർണ്ണമായി വന്നില്ലെങ്കിൽ പോലും അതിൽ ഒരു വിഭാഗങ്ങളും വരും, ആ അർത്ഥത്തിൽ അവർക്ക് കൂടി കുറച്ച് സീറ്റ് മാറ്റിവെക്കേണ്ടി വരും എന്നൊരു ഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ അധിക സീറ്റിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് ലീഗ് നേതാക്കളിൽ നിന്നും UDF നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ചില വെച്ചുമാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതിൽ പോലും ഏതൊക്കെ സീറ്റുകൾ എന്ന കാര്യത്തിൽ
ഒരു വ്യക്തത കുറവുണ്ട്. കാരണം പല ജില്ലകളിലെയും, പ്രത്യേകിച്ച് തൃശ്ശൂർ അടക്കമുള്ള പല ജില്ലകളിലെയും സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന രീതിയിൽ കോൺഗ്രസ് നേതാക്കൾ ഏറ്റെടുക്കാൻ താല്പര്യമുള്ള രീതിയിൽ പ്രസ്താവനകൾ നടത്തിയില്ലെങ്കിൽ ലീഗിന് അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടാമ്പി, തിരുവമ്പാടി അല്ലെങ്കിൽ നെന്മാറ, കുന്നമംഗലം തുടങ്ങി പലതരത്തിലുള്ള ഗുരുവായൂർ വേണമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ ചില സീറ്റുകൾ തമ്മിലുള്ള വെച്ചുമാറ്റൽ സംബന്ധിച്ചുള്ള ധാരണകൾ, ലീഗ് നേതാക്കൾ പറയുന്ന കാര്യം വലിയ തോതിലുള്ള വെച്ചുമാറ്റങ്ങളിലേക്ക് പോകാൻ സാധ്യത കുറവാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഇനത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ളതാണ്. കാരണം ഏതാനും ചില സിറ്റിംഗ് MLA-മാർ മാത്രമാണ് മാറാനുള്ള സാധ്യതയുള്ളത്. ആ സീറ്റുകളിലേക്ക് ആൾക്കാരെ ഫില്ല് ചെയ്യുക, അതോടൊപ്പം തന്നെ തെക്കൻ ജില്ലകളിലും മറ്റുമൊക്കെയുള്ള ഒരുപക്ഷെ സിറ്റിംഗ് അല്ലാത്ത, അതായത് തോൽക്കുന്ന സീറ്റുകളിൽ മറ്റ് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് വരുന്നത്. പ്രധാനപ്പെട്ട പല നേതാക്കളും, KM ഷാജി അടക്കമുള്ള പല നേതാക്കളും സിറ്റിംഗ് അല്ലാത്ത PK ഫിറോസ് ഉൾപ്പെടെ ഉള്ള ആൾക്കാർക്ക് ഏത് സീറ്റ് നൽകുമെന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും സജീവമാണ്. അതോടൊപ്പം തന്നെ വനിതകളുടെയും യുവാക്കളുടെയും സാന്നിധ്യത്തിലും ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ മാസം അവസാനത്തോടു കൂടി തന്നെ സീറ്റ് വിഭജനത്തിൽ ഒരു അന്തിമ ധാരണ എത്തിയാൻ കഴിയും. അടുത്ത മാസം ആദ്യത്തോടു കൂടി തന്നെ സീറ്റ് ചർച്ചകളിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് മുസ്ലിം ലീഗ് കരുതുന്നത്.